ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യ സമൂഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പേര് ആരുടെയാണ്? തോമാശ്ലീഹ. അതെ, യേശുവിന്റെ 12 അപ്പോസ്തോലന്മാരിൽ ഒരാളായ തോമസ് അപ്പോസ്തോലൻ. വിശുദ്ധരിലൂടെ എന്ന സീരീസിലെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തോമാശ്ലീഹായാണ്. അദ്ദേഹം ഇന്ത്യയിലെത്തിയ കഥ, കേരളത്തിൽ ക്രിസ്തുമതം എങ്ങനെ പ്രചരിച്ചു, 7 പള്ളികൾ, അദ്ദേഹത്തിന്റെ മരണം, ഇന്നത്തെ മാർത്തോമാ ക്രിസ്ത്യാനികൾ, അങ്ങനെയല്ല. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ അമർത്തി നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കൂ. നമുക്ക് തുടങ്ങാം. AD 1-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഗലീലിയിൽ, അതായത് ഇന്നത്തെ ഇസ്രായേലിൽ, ഒരു യഹൂദ കുടുംബത്തിലാണ് തോമസ് ജനിച്ചത്. തോമസ് എന്നത് അരമായ ഭാഷയിലെ തൗമ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഇതിന്റെ അർത്ഥം ഇരട്ട എന്നാണ്. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ഭാഷയിൽ അദ്ദേഹത്തെ ദിദിമോസ് എന്നും വിളിക്കുന്നു. യേശു തന്റെ ദൗത്യം തുടങ്ങിയപ്പോൾ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തോമസ്. ചില രേഖകൾ പ്രകാരം അദ്ദേഹം ഒരു ആശാരിയോ കെട്ടിട നിർമ്മാണ വിദഗ്ധനോ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശുവിനെ വധിക്കാൻ യഹൂദന്മാർ കാത്തിരുന്ന സമയത്ത് യേശുവിനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് തോമസ് ആണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ ഈ കാര്യം നമുക്ക് കാണാം. ഇത് അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയെ കാണിക്കുന്നു. യേശുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ കൈകളിലെ ആണിപ്പഴുതുകളിൽ തൊടാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് തോമസ് പറഞ്ഞു. ഇതുകൊണ്ടാണ് ഡൗട്ടിംഗ് തോമസ് എന്ന പേര് വന്നത്. പക്ഷേ ഈ സംശയം തന്നെയാണ് അദ്ദേഹത്തെ ധൈര്യമുള്ള സുവിശേഷ പ്രചാരകനാക്കിയത്. പിന്നീട് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് വിറയലോടെ "എന്റെ കർത്താവേ, എന്റെ ദൈവമേ" എന്ന് വിളിച്ചു. ചരിത്രത്തിൽ യേശുവിനെ ദൈവം എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയായി തോമസ് അറിയപ്പെടുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചു. തോമസിന് ലഭിച്ചത് ഇന്ത്യയായിരുന്നു. പുരാതന കാലത്ത് റോമ, ഈജിപ്ത്, അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് കപ്പലുകൾ മലബാർ തീരത്തേക്ക് വ്യാപാരത്തിന് വരാറുണ്ടായിരുന്നു. മുസിരിസ്, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ, ഒരു വലിയ തുറമുഖമായിരുന്നു. AD 52-ൽ അദ്ദേഹം മുസിരിസിൽ കപ്പലിറങ്ങി. കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ കലാരൂപങ്ങളിൽ പലതിലും ഇത് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം അവിടെയുണ്ടായിരുന്ന യഹൂദ കുടിയേറ്റക്കാർക്കിടയിലും പിന്നീട് തദ്ദേശീയർക്കിടയിലും സുവിശേഷം പ്രചരിപ്പിച്ചു. കേരളത്തിലെ വിവിധ ഇടങ്ങളിലായി അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, നിലക്കൽ, കൊല്ലം, പിന്നെ തിരുവിതാംകോട്ടെ അരപ്പള്ളി. ഇന്നും കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾ തങ്ങളുടെ വേരുകൾ സെന്റ് തോമസിലാണെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും ജീവിതരീതികളും കേരള സംസ്കാരവുമായി അലിഞ്ഞു ചേർന്നു. കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹം കിഴക്കൻ തീരത്തേക്ക്, അതായത് ഇന്നത്തെ ചെന്നൈയിലേക്ക് പോയി. AD 72-ൽ ചെന്നൈയിലെ മൈലാപ്പൂരിലുള്ള സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ കുന്തം കൊണ്ട് കുത്തേറ്റു മരിച്ചു എന്നാണ് പ്രബലമായ ചരിത്രം. അവിടെ തന്നെയാണ് അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്തതും. സെയിന്റ് തോമസിന്റെ ശരീരാവശിഷ്ടങ്ങൾ ചരിത്രത്തിൽ പലയിടങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. AD 232-ൽ മൈലാപ്പൂരിൽ നിന്ന് സിറിയയിലെ എഡേസയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അത് ഗ്രീസിലെ ചിയോസ് ദ്വീപിലെത്തി. അവസാനം 1258-ൽ ഇറ്റലിയിലെ ഒർത്തോനയിലേക്ക് മാറ്റപ്പെട്ടു. ഇന്നും അദ്ദേഹത്തിന്റെ പ്രധാന തിരുശേഷിപ്പുകൾ ഒർത്തോനയിലെ സെന്റ് തോമസ് ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ചെന്നൈയിലെ സാന്തോം കത്തീഡ്രലിൽ ഇന്നും അദ്ദേഹത്തിന്റെ കല്ലറ കാണാൻ സാധിക്കും. പുരാതന കാലം മുതൽക്കേ സഭ അദ്ദേഹത്തെ വിശുദ്ധനായി അംഗീകരിച്ചിരുന്നു. ജൂലൈ 3 അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാളായി ആഗോളതലത്തിൽ ആഘോഷിക്കുന്നത്. ഭാരതത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സുഹൃത്തുക്കളെ, തോമസ് അപ്പോസ്തോലൻ കാണാതെ വിശ്വസിക്കാതിരുന്ന ആളായിരുന്നു. പക്ഷേ ഇന്ത്യയിലെത്തി ധൈര്യത്തോടെ സുവിശേഷം പ്രഘോഷിച്ചു. അദ്ദേഹത്തിന്റെ യാത്ര കേരളത്തിന്റെയും ഇന്ത്യയുടെയും ക്രിസ്ത്യൻ ചരിത്രത്തിന്റെ അടിസ്ഥാനമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശുദ്ധന്റെ വിശേഷങ്ങളുമായി വരാം.